എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് അഭാജ്യഘടകങ്ങളുള്ള സംഖ്യകളുടെ എല്ലാ ഘടകങ്ങളും, അതായത് എല്ലാ ഫാക്ടേഴ്സും എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ ആ സംഖ്യക്ക് രണ്ട് പ്രൈം ഫാക്ടേഴ്സ് ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ എല്ലാ ഘടകങ്ങളും, അതായത് എല്ലാ ഫാക്ടേഴ്സും എങ്ങനെയാണ് എഴുതാം എന്ന് നമുക്ക് അറിയാം അല്ലേ. ഇനി നാം ഇന്നെന്താണ് പഠിക്കാൻ പോകുന്നത്? ഇന്ന് മൂന്ന് അഭാജ്യഘടകങ്ങൾ, അതായത് മൂന്ന് പ്രൈം ഫാക്ടേഴ്സ് ഉള്ള സംഖ്യ, ആ സംഖ്യകളുടെ എല്ലാ ഫാക്ടേഴ്സും എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എല്ലാ ഘടകങ്ങളും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നോക്കിയാൽ ഒരു സംഖ്യ 30 എഴുതി അല്ലേ. 30നെ നമുക്ക് അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ, നാം പഠിച്ചതാണ് അല്ലേ. എങ്ങനെയാണ് എഴുതാം? നമുക്കറിയാം, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കാം, ഇതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 30 എങ്ങനെ എഴുതും? 2 × 15 എന്ന് എഴുതി അല്ലേ. ഓക്കെ, ഇനി 2 അല്ലേ, പ്രൈം നമ്പർ ആണ്, അതുകൊണ്ട് 2 × 15നെ 3 × 5 15 അല്ലേ. അപ്പോൾ 3 × 5 15. ഇപ്പം നോക്കിയേ, ഇപ്പം നമുക്ക് 2ഉം 3ഉം 5ഉം, ഇത് 3 എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ, അതായത് അഭാജ്യ സംഖ്യകളാണ്. ഇനി നമുക്ക് ഇതിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഏതൊക്കെയാണ് 30ൻ്റെ പ്രൈം ഫാക്ടേഴ്സ്? 2, 3, 5. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നാം കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് അഭാജ്യഘടകങ്ങളാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും, എല്ലാ ഘടകങ്ങളും എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നാം എന്ത് ചെയ്തു? ആദ്യം ഇത് എഴുതി അല്ലേ. ഇത് ഏതാണോ പ്രൈം ഫാക്ടേഴ്സ്, ആ പ്രൈം ഫാക്ടേഴ്സ് അഭാജ്യ ഘടകങ്ങൾ ആദ്യം എഴുതി അല്ലേ. ഇപ്പം അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ 2, 3, 5 എന്ന് എഴുതി. അതിനുശേഷം എന്ത് ചെയ്തു? ഇതിന് 30 ആണെങ്കിൽ 1ഉം വരും, പിന്നെ അതേ സംഖ്യയും വരും അല്ലേ. അപ്പോൾ ഇതിന് മുമ്പ് ഒരു നമ്പർ 1 ഇട്ടു, പിന്നെ അവസാനം 30 ഇട്ടു അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എല്ലാ ഘടകങ്ങളും കിട്ടി. ഏതിൻ്റെ? കഴിഞ്ഞ ക്ലാസ്സിൽ നാം 2 അഭാജ്യ ഘടകങ്ങൾ മാത്രമുള്ളൂ, ആ സംഖ്യകളുടെ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ 2 പ്രൈം ഫാക്ടേഴ്സ് അല്ല ഉള്ളത്, 3 പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് 3 അഭാജ്യ ഘടകങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതേ രീതിയിൽ ഇവിടെ ചെയ്താൽ ശരിയാവുമോ? നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു 30ൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിച്ചപ്പോൾ 1, 2, 3, 5, 30 ഈ സംഖ്യകളാണ് കിട്ടിയത് അല്ലേ. ഇനി 30നെ നമുക്ക് വേറെ ഏതെങ്കിലും സംഖ്യയിൽ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 30 കിട്ടുമെന്ന് നോക്കിയാൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാം അല്ലേ. അതിൽ 30 വരുന്നത് ഏതൊക്കെയാണ്? 6 × 5 30 ആണ് അല്ലേ. 6 × 5 30, അതായത് 6 × 5 30 കിട്ടും. ഓക്കെ, പിന്നെയോ 15 × 2 30 ആണ് അല്ലേ. 15 × 2 30 ആണ് അല്ലേ, അത് 30 ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടെ 6 എന്തായിരിക്കും? 6 × 5 30 ആണെങ്കിൽ 6 എന്തായിരിക്കും? 30ൻ്റെ ഒരു ഘടകമാണ് അല്ലേ, 30ൻ്റെ ഒരു ഫാക്ടറാണ് അല്ലേ. പക്ഷേ ഇതിൽ 6 വന്നിട്ടുണ്ടോ? ഇതിൽ 6 വന്നിട്ടില്ല. അതേസമയം 5 ഉണ്ട് ഇവിടെ അല്ലേ, 5 ഉണ്ട്, പക്ഷെ 6 വന്നില്ല. ഇനി 15 × 2 15 × 2 30 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 15ഉം 2ഉം 30ൻ്റെ ഫാക്ടറാണ് അല്ലേ. പക്ഷേ ഇവിടെ 2 വന്നു, അതേസമയം 15 ഇതിൽ വന്നിട്ടില്ല. അതായത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ ചെയ്തു കഴിഞ്ഞാൽ, അതായത് 3 പ്രൈം ഫാക്ടേഴ്സ് ഉള്ള സംഖ്യകളെ ഇതേ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താവും? നമുക്ക് എല്ലാ ഫാക്ടേഴ്സും കിട്ടില്ല. അപ്പോൾ ഇതേ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫാക്ടേഴ്സും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏതൊക്കെ വരും? 6 വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ 6 എഴുതണം, പിന്നെ എഴുതണം 15 എഴുതണം അല്ലേ. അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കും? അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിൽ ഇങ്ങനെ എഴുതി പിന്നെ ഏതൊക്കെ ഗുണിച്ചാലാണ് ഇത് കിട്ടുക എന്ന് ആലോചിച്ച് ചിന്തിച്ച് എഴുതി വരുമ്പോൾ സമയം കുറേ പോകും. അപ്പോൾ ഇതിനെന്താണ് എളുപ്പപ്പണി? ഇതിന് വളരെ എളുപ്പത്തിലൊരു പണിയുണ്ട്, അതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ഇതിന് ചോദ്യം വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം ഇവിടെ നോക്കിയാൽ 30ന് ഇങ്ങനെ പ്രൈം ഫാക്ടേഴ്സ് അല്ലേ, അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എഴുതി 2, 3, 5 അതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലേ നമ്മൾ എഴുതി 2 × 3 × 5 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതിലെ 2 അഭാജ്യ ഘടകങ്ങളുടെ ഗുണിതങ്ങളൊന്ന് കണ്ടുപിടിക്കാം. അതായത് പ്രൊഡക്റ്റ് ഓഫ് 2 പ്രൈംസ്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് 2 പ്രൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലം അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതിക്കുക, 2 മലയാളം മീഡിയക്കാർ 2 അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലം. ഓക്കെ, അപ്പം ഇങ്ങനെ നാം എഴുതാൻ പോകുന്നു. അതെങ്ങനെ എഴുതുന്നത്? ഇവിടെ ശ്രദ്ധിച്ചിരിക്കാം, 2ഉം 3ഉം 5 ആണല്ലോ അഭാജ്യ ഘടകങ്ങൾ, അതിൻ്റെ ഗുണനം അല്ലേ. അപ്പോൾ നമുക്ക് 2, 3 തമ്മിലൊന്ന് ഗുണിക്കുക. 2 × 3
2ഉം 3ഉം തമ്മിൽ ഗുണിച്ച് നമുക്ക് എത്ര കിട്ടി? 2 × 3 6 കിട്ടി അല്ലേ? ഓക്കെ, ഇപ്പോൾ 2ഉം 3ഉം തമ്മിൽ ഗുണിച്ചല്ലോ, 2ഉം 3ഉം തമ്മിൽ ഗുണിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2ഉം 5ഉം തമ്മിൽ ഗുണിച്ചു കൊടുക്കാം. അപ്പോൾ 2 × 5 എത്ര കിട്ടി? 5 × 2 10 കിട്ടി. ഇനി നമുക്ക് ഇപ്പോൾ ഇതും ഗുണിച്ചു, ഇതും ഗുണിച്ചു. ഇനി ഇവരെ തമ്മിൽ ഗുണിക്കണം അല്ലേ? 3 × 5 15. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരെണ്ണം വിട്ടുപോയി അല്ലേ? നോക്കിയാൽ 6 × 5 30, 15 × 2 30. പിന്നെ നമുക്കറിയാം 10 × 3 30 അല്ലേ? 10 × 3 30 അല്ലേ? അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? 10ഉം ഒരു ഘടകമാണ് ഇതിൻ്റെ അല്ലേ? അപ്പോൾ ഇതിൽ 10ഉം കൂടി വരും അല്ലേ? അപ്പോൾ 10 ഒരു ഘടകമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എന്ത് ചെയ്തു? എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ വേറെ എളുപ്പമാണ്. ആദ്യം നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് കണ്ടു. ആ കണ്ടിട്ട് പിന്നെ എന്ത് ചെയ്തു? അവ രണ്ടെണ്ണം വെച്ച് ഗുണിക്കാം. അപ്പോൾ 2ഉം 3ഉം ഗുണിച്ചു, 2ഉം 5ഉം ഗുണിച്ചു, 3ഉം 5ഉം തമ്മിൽ ഗുണിച്ചു. അപ്പോൾ ഇത്ര കിട്ടിയാലോ? ഇനി എന്ത് ചെയ്താൽ മതി? ഇതങ്ങോട്ട് ഓർഡറിൽ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഓൾ ഫാക്ടേഴ്സ്, എല്ലാ ഘടകങ്ങളും ദൂരത്തിൻ്റെ ഫാക്ടേഴ്സ്, അതായത് ഘടകങ്ങൾ. ഞാൻ മലയാളം മീഡിയക്കാർക്ക് വേണ്ടിയിട്ടാണ് മലയാളത്തിൽ പറയുന്നത്, അതുകൊണ്ട് മലയാളത്തിൽ എഴുതാറില്ല. അപ്പോൾ മലയാളത്തിൽ എഴുതിയില്ലെങ്കിലും ഞാൻ മലയാളത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എഴുതിയെടുക്കാം. അപ്പോൾ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം എന്ത് വേണം? ആദ്യം എപ്പോഴും ഞാൻ പറഞ്ഞു 1 എഴുതണം അല്ലേ? 1 എഴുതണ്ടേ? 1 എഴുതി, ഫസ്റ്റ് 1 എഴുതി. ഇനി എന്ത് ചെയ്യാം? നമുക്കിത് എഴുതാം. 2 3 5 അല്ലേ? അപ്പോൾ 2 3 5. ഇനി ഏത് എഴുതാം? 6 10 15. 6 10 15. ഇനി ഒരെണ്ണം കൂടി വരുമല്ലോ. 1 എഴുതി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവസാനം ഏത് എഴുതണം? ഈ സംഖ്യ തന്നെ എഴുതണം അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞാൽ 30. മനസ്സിലായല്ലോ? അപ്പോൾ 1ഉം ഈ സംഖ്യ എഴുതാൻ മറക്കരുത്. അപ്പോൾ 1 2 3 5 6 10 15 30 ഇതൊക്കെയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 30ൻ്റെ എല്ലാ ഫാക്ടേഴ്സും കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് നോക്കിയാൽ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നമ്മൾ ഓർഡറിലാണ് എടുക്കുന്നത് അല്ലേ? ഓർഡറിൽ ഇപ്പോൾ 2 3 5 അതായത് ചെറിയ സംഖ്യയിൽ വലിയ സംഖ്യയിലേക്ക് ഇങ്ങനെ പോകുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ് ഗുണം നോക്കിയാൽ? ഇപ്പോൾ നമുക്ക് സംശയം നോക്കിയാൽ 1 × 30 കണ്ട, ഈ അറ്റത്തെ രണ്ടെണ്ണം തമ്മിൽ ഗുണിച്ച് നോക്കിയാൽ 1 × 30 30 കിട്ടി. ഇനി 2 × 15 30 കിട്ടി. ഇനി 3 × 10 കണ്ട, 3 × 10 30 കിട്ടി. അടുത്തത് 5 × 6 30 കണ്ട. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർഡറിൽ എഴുതാൻ ശ്രമിക്കും. ഇനി ഓർഡറിൽ എഴുതിയില്ലെങ്കിലും മാർക്കൊന്നും കുറയില്ല. എത്ര എണ്ണം ഉണ്ടാവും? 2 4 6 8 എണ്ണം ഉണ്ടാവും. 8 ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ 8 എണ്ണം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നാം 3 പ്രൈം ഫാക്ടേഴ്സ് ഉള്ള സംഖ്യകളുടെ എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 90. അതിൽ നമുക്കൊരു 5 ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. റൈറ്റ് ഈച്ച് ഓഫ് ദി നമ്പേഴ്സ് ബിലോ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് 3 പ്രൈംസ് ആൻഡ് ഫൈൻഡ് ഓൾ ഇറ്റ്സ് ഫാക്ടേഴ്സ് അല്ലേ? അതായത് നമുക്ക് തന്നിട്ടുള്ള ഈ സംഖ്യകൾ എന്ത് ചെയ്യണം? 3 പ്രൈം നമ്പേഴ്സിന്റെ ഗുണനഫലമായിട്ട് എഴുതണം അല്ലേ? മാത്രമല്ല പിന്നെ എന്ത് ചെയ്യണം? ഫൈൻഡ് ഓൾ ഇറ്റ്സ് ഫാക്ടേഴ്സ്. അങ്ങനെ ഇതിന്റെ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ 66 എന്ത് ചെയ്യും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ അല്ലേ? അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 × 66 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എത്ര കിട്ടും നമുക്ക്? 33 അല്ലേ? അപ്പോൾ സംശയമുള്ളവരൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇസിക്കൽ ടു ഇനി എന്ത് ചെയ്യാം? 2ന് ഇതുപോലെ ഇടാം അല്ലേ? 2 അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ 2 അതേപോലെ ഇട്ടു. ഇൻറ്റു ഇനി 33നെ നമുക്കറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാനൊരു സൂത്രപ്പണി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? മുമ്പത്തെ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമുക്ക് 33 പെട്ടെന്ന് അറിയാം. നമുക്ക് 11 × 3 33 ആണെന്ന് അറിയാം. അതല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. 3 3 6 അല്ലേ? അപ്പോൾ 6നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 33നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ 33നെ നമുക്കറിയാം 3 കൊണ്ട് ഡിവൈഡ് എത്ര കിട്ടും? 11 11 × 3 അല്ല 33. അപ്പോൾ 33നെ നമുക്ക് എന്ത് എഴുതാം? 3 × 11 എഴുതാം. ഇനി നമുക്ക് പറ്റുമോ? 2 അഭാജ്യ സംഖ്യ, 3 അഭാജ്യ സംഖ്യ, 11 എന്താണ്? അഭാജ്യ സംഖ്യയാണ് അല്ലേ? അതായത് പ്രൈം നമ്പറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 66 നാം 2 × 3 × 11 എഴുതി. ഇതാണ് ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ്, അഭാജ്യ ഘടകങ്ങൾ. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ നമുക്ക് 2 പ്രൈം ഫാക്ടേഴ്സ് ഉള്ളതിന് ചെയ്ത പോലെ ഇവിടെ പറ്റില്ല അല്ലേ? അതാണ് നാം പറഞ്ഞു നിർത്തിയത്. കാരണം ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സംഖ്യകൾ നഷ്ടപ്പെടാം അല്ലെങ്കിൽ മിസ്സായി പോകും, നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് 2 പ്രൈംസ്, അതായത് 2 അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതണം അല്ലേ? അതായത് വേറെ ഒന്നുമില്ല, നാം എന്ത് ചെയ്യാം? ഈ 2 കൊണ്ട് ഇതിനെ ഗുണിക്കുക. ഫസ്റ്റ് 2 കൊണ്ട് ഇതിനെ ഗുണിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ 2 × 3 2 × 3 എത്രയാണ്? 6
ഓക്കെ അല്ലേ? അത് കഴിഞ്ഞാൽ 2 കൊണ്ട് ഈ അറ്റത്തേന് ഗുണിക്കുക. അപ്പോൾ 2 × 11 എത്ര കിട്ടി നമുക്ക്? 22. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ഇതിനെയും ഗുണിച്ച് ഇതുകൊണ്ട് ഇതിനെയും ഗുണിച്ചു അല്ലേ? ഇനി ബാക്കി ആരാ ഉള്ളത്? ഇതും ഇതും ഉണ്ട് അല്ലേ? അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക. അപ്പോൾ 3 × 11 എത്ര കിട്ടും? 33 അല്ലേ? അപ്പോൾ ഇത്രയും 2, 3, 11 ഇതാണ് ഇതിൻ്റെ അഭാജ്യ ഘടകങ്ങൾ. ഇനി നമ്മൾ എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ഇവരെ പരസ്പരം അങ്ങോട്ട് ഗുണിച്ചിട്ടു അല്ലേ? ഇനി നമുക്ക് എളുപ്പത്തിൽ നോക്കിയാൽ ഫാക്ടേഴ്സ്, എല്ലാ ഘടകങ്ങളും ഫാക്ടേഴ്സ്. ഇപ്പോൾ എഴുതാം ഘടകങ്ങൾ ഏതൊക്കെ വരും നോക്കിയാൽ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നല്ല എഴുതാം അല്ലേ? അപ്പോൾ അതിന് മുമ്പ് നാം പറഞ്ഞിട്ട് എപ്പോഴും എന്ത് എഴുതണം? ആദ്യം 1 എഴുതണം. 1 വിട്ടുപോകരുത്. 1 എഴുതി 1. അതിനുശേഷം നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതാം. അപ്പോൾ 1 കഴിഞ്ഞാൽ 2, പിന്നെ 3 അല്ലേ? പിന്നെ നമുക്ക് 11 എഴുതാം അല്ലേ? പിന്നെ ഏതൊക്കെ സംഖ്യകൾ വരും? ഈ സംഖ്യകളൊക്കെ വരും. ഇനി ബാക്കി 6 വരും, 22, 33. ഓക്കെ അല്ലേ? ഇനി ഏത് എഴുതണം? അവസാനം ഏത് എഴുതണം? ഈ 66 എഴുതണം. അത് വിട്ട് കളയാൻ പാടില്ല. 66. അപ്പോൾ ഈ 1ന്റെ കാര്യവും 66ന്റെ കാര്യവും ഒരിക്കലും വിട്ട് കളയരുത്. മനസ്സിലായില്ലേ? ഇനി എത്ര ഉണ്ടെന്ന് നോക്കിയാൽ 2, 4, 6, 8 8 ഫാക്ടേഴ്സ് വരും. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇവിടെ നോക്കിയാൽ 1, 2, 3, 11, 6, 22 അല്ലേ? അപ്പോൾ ഇതൊരു ഓർഡറിലല്ല കിടക്കുന്നത്. 1, 2, 3 കഴിഞ്ഞാൽ പിന്നെ 11, പിന്നെ 6. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഓർഡർ ഒന്ന് ശരിക്കും എഴുതാം. 6 കഴിഞ്ഞിട്ട് 11 ഇടാം. ഇനി നേരത്തെ വിട്ട പോയിട്ടാലും കുഴപ്പമൊന്നുമില്ല, മാർക്കൊന്നും കുറയില്ല. പക്ഷേ ഇതുപോലെ ഇട്ടാൽ നമുക്ക് എന്താ ഗുണം നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 1 × 66 എത്രയാണ്? ഈ അറ്റത്ത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 1 × 66 66. ഇനി 2 × 33 എത്ര കിട്ടും? 66. ഇനി 3 × 22 66. ഇനി നടുവിലുള്ള 6 × 11 66. കണ്ടില്ലേ? അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം? ഇത് ഓർഡർ അല്ലെങ്കിൽ ഒന്ന് ഓർഡറിൽ അത് വിചാരിച്ചിട്ട് ഒരെണ്ണം വിട്ട് കളയാൻ പാടില്ല. ഒന്ന് ഓർഡർ ആക്കി എഴുതാം. അപ്പോൾ 66ന്റെ ഘടകങ്ങൾ ഏതൊക്കെ വരും? 1, 2, 3, 6, 11, 22, 33, 66. ക്ലിയർ ആയല്ലോ? പിന്നെ നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത സംഖ്യ ഏതാണ്? 70 അല്ലേ? 70. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 70ന്റെ പ്രൈം ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ 70നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ 0 ആണ്. അപ്പോൾ 2 × 70ന്റെ പകുതി എത്രയാണ്? 35 അല്ലേ? അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ 70നെ ഒന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 35 കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ 2 × 35 70. ഇനി എന്ത് ചെയ്യണം? 2 × 35. ഇവിടെ നോക്കി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് പറ്റുമോ? 35 പറ്റില്ല അല്ലേ? 5ഉം 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടാം. അപ്പോൾ 8നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതപ്പോൾ നമുക്ക് 35നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി 4 കൊണ്ട് പറ്റുമോ? പറ്റില്ല. ഇത് ഓഡ് നമ്പർ ആണ് അല്ലേ? ഇനി 5 കൊണ്ട് പറ്റുമോ? 5 കൊണ്ട് പറ്റും. 5 × 7 35 അല്ലേ? അപ്പോൾ നമുക്ക് 35നെ 5 × 7 എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കിയേ. ഇനിയിപ്പോൾ 3ഉം പ്രൈം നമ്പർ അല്ലേ? 3ഉം അഭാജ്യ സംഖ്യകളാണ് അല്ലേ? ഇനി നമുക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ കടക്കാൻ പാടില്ല. നാം എന്ത് ചെയ്യണം? ഇവ ഓരോന്നിനെയും തമ്മിൽ ഗുണിച്ചിടണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം നോക്കിയാൽ 2ഉം 5ഉം. അപ്പോൾ 2 × 5 = 10. ഓക്കെ, ഇനി എന്ത് വേണം? 2 × 7 അല്ലേ? 2 × 7 14. അടുത്ത് നോക്കിയാൽ ഇതുകൊണ്ട് ഇതിനെ ഗുണിച്ചു, ഇതുകൊണ്ട് ഇതിനെ ഗുണിച്ചു അല്ലേ? ഇനി അടുത്ത് നോക്കിയാൽ 5ഉം 7 അല്ലേ? 5 × 7 35. ഇനി നാം എന്ത് ചെയ്യണം? ഇപ്പം നമുക്ക് കിട്ടിയല്ലേ? ഈ സംഖ്യകൾ കിട്ടി. ഇവിടെ പ്രൈം ഫാക്ടേഴ്സ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഫാക്ടേഴ്സ് ഘടകങ്ങൾ ആദ്യം എന്ത് എഴുതണം? 1 മറക്കരുത്. ആദ്യം 1 എഴുതി. 1 അത് പലരും മറന്നു പോകും. അത് മറക്കാൻ പാടില്ല. 1 എഴുതി. അതിനുശേഷം ഏത് വരും? 2, 5, 7 അല്ലേ? അപ്പം 2, 5, 7. ഓക്കെ, ഇനി ഇത് വരും. 2, 5, 7 കഴിഞ്ഞാൽ 10, 14, 35 അല്ലേ? 10, 14, 35 അല്ലേ? ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഓർഡറിലാണ് എടുക്കണം അല്ലേ? 1, 2, 5, 7, 10, 14, 14, 35 ഒരേ ഓർഡറിലാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഓർഡർ മാറ്റാനൊന്നുമില്ല. 35 കഴിഞ്ഞാൽ പിന്നെ ഇത് എഴുതണം. ഈ സംഖ്യ എഴുതണം. 70 മറക്കരുത്. 70. ഇപ്പം എത്ര ഘടകങ്ങൾ വന്നു? 2, 4, 6, 8 അല്ലേ? ഇന്നൊക്കെ 1 × 70 70, 2 × 35 70, 5 × 14 70, 7 × 10 70. കണ്ടില്ലേ? അപ്പോൾ അതേ ഓർഡറിൽ ഇങ്ങനെ പോകും. ഈ അറ്റും ഈ അറ്റും, പിന്നെ ഇതും 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 ഇവർ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 70 കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഓർഡറിൽ എഴുതിക്കോളാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്തു നോക്കാം. അടുത്ത സംഖ്യ നോക്കിയാൽ 105 അല്ലേ? ഇനി എളുപ്പത്തിൽ ചെയ്യാലോ. 105. 105നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ്. 3 കൊണ്ട് പറ്റുമോ? അങ്ങനെ പറ്റും.
നമുക്കറിയാം, നോക്കാനറിയാം അല്ലേ? എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ കൂട്ടി നോക്കാം. അപ്പോൾ 1ഉം 5ഉം 6. 6നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. അങ്ങനെയാണെങ്കിൽ 105നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 105നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 105 ഹരിക്കണം 3. 10ൽ എത്ര 3 ഉണ്ട്? 3. 3 × 3 9. 1 5. 15ൽ എത്ര 3 ഉണ്ട്? 5. 5 × 3 15 അല്ലേ? അപ്പോൾ 35 പ്രാവശ്യം. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 3 × 35. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് 3 × 35നെ എങ്ങനെ മാറ്റി എഴുതാം? 7 × 5 35 അല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല, 5 കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ 5 × 7, 7 × 5 35. ഇനി ഇത് 3 നോക്കിയാൽ എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ? അതായത് അഭാജ്യ സംഖ്യകൾ അല്ലേ? അപ്പോൾ കഴിഞ്ഞു. ഇപ്പം നമുക്ക് 105ന്റെ എല്ലാ പ്രൈം ഫാക്ടേഴ്സും കിട്ടി അല്ലേ? അഭാജ്യ ഘടകങ്ങൾ കിട്ടി. ഇനി ഇതിന്റെ എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കണം വേണ്ടേ? അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഇപ്പോൾ പരസ്പരം ഗുണിച്ചിടാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം 3 × 5, 3 × 5, 3 × 5 15. അടുത്തത് 3 × 7, 3 × 7 21. അടുത്തേതാ? 5ഉം 7ഉം അല്ലേ? 5ഉം 7ഉം. 5 × 7, 7 5 35. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ഒന്നിനെയും അങ്ങോട്ട് ഗുണിച്ചു. അപ്പോൾ ഇത്രയും കിട്ടി അല്ലേ? ഇനി നമുക്ക് ഫാക്ടേഴ്സ് എഴുതാലോ. ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? ആദ്യം ഇത് എഴുതണം. 1 മാർക്ക് എഴുതി 1 എഴുതി. അടുത്തതാ നമുക്കിത് എഴുതാം. 3 5 7 അല്ലേ? അപ്പോൾ 3 5 7. അടുത്തത് 15 അല്ലേ? അപ്പോൾ ഒരേ ഓർഡറിലാണ് എടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എഴുതിയാൽ മതി. അടുത്ത് 15 21 അല്ലേ? 21. അടുത്തത് 35. ഇനി ഏതെഴുതണം? മറക്കരുത്, നമ്മുടെ സംഖ്യ എഴുതണ്ടേ? 105. അപ്പോൾ ഏതൊക്കെ 1 3 5 7 15 21 35 105 അല്ലേ? അപ്പോൾ എണ്ണി നോക്കാം. 2 4 6 8 ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ ഗുണിച്ച് എന്ത് കിട്ടും? ഒക്കെ എന്ത് കിട്ടും? നമുക്ക് 105 കിട്ടും. ഇനി നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. അടുത്ത സംഖ്യ നോക്കിയാൽ 110 അല്ലേ? 110. ഇനി വേഗം ചെയ്തോളൂ. 110 എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 × 110നെ സംശയമുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കാം. 110 ഹരിക്കണം 2. 11ൽ എത്ര 2 ഉണ്ട്? 5 2. 5 × 2 10. 1 0. 10ൽ എത്ര 2 ഉണ്ട്? 5. 5 × 2 10 അല്ലേ? അപ്പം 55. അപ്പം നമുക്ക് 2 × 55 110. ഇനി ഇതിനെ 2 × 55. 55നെ നോക്കിയാൽ 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റുമോ? പറ്റില്ല അല്ലേ? 5ഉം 5ഉം 10 ആണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏത് കൊണ്ടേ പറ്റുള്ളൂ? 5 കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ 5 × 11 അല്ലേ? 5 × 11. അപ്പോൾ 110ന് നാം 2 × 5 × 11 എഴുതി അല്ലേ? 11 ഒരു എന്താണ്? ഒരു പ്രൈം നമ്പറാണ് അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ 2 × 5 × 11. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കണം അല്ലേ? അതിനെന്ത് വേണം? ഇവർ തമ്മിൽ ഗുണിക്കുക. 2 × 5 പിന്നെ 2 × 11 അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് 2 × 5. 2 × 5 എത്രയാണ്? 10. അടുത്ത് 2 × 11. 2 × 11 എത്രയാണ്? 22 അല്ലേ? ഇനി ഏത് വേണം? 5 × 11. 5 × 11 എത്ര കിട്ടും? 55 കിട്ടിയല്ലോ. ഇനി നമുക്ക് എല്ലാ ഫാക്ടേഴ്സും അങ്ങോട്ട് വരിക്ക് എഴുതാം. ഫാക്ടേഴ്സ്, ഘടകങ്ങൾ. ആദ്യം എന്ത് വേണം? 1 എഴുതണം. 1 മറക്കരുത്, 1 എഴുതി. അടുത്തത് 2 5 11 അല്ലേ? 2 5. അടുത്ത 11. പക്ഷേ ഇവിടെ ഒരു 10 കിടക്കണില്ലേ? അതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം 10 എഴുതിയിട്ട് 11 എഴുതാം. അപ്പോൾ 10 എഴുതി, പിന്നെ നമുക്ക് 11 എഴുതി, പിന്നെ 22 എഴുതി, പിന്നെ 55 എഴുതി, പിന്നെ നമുക്ക് അതേ സംഖ്യ 110 എഴുതി കൊടുത്തു അല്ലേ? ഇപ്പം നിങ്ങൾ ഇതേപോലെ എഴുതിയാലൊന്നും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതാണ് കുറച്ചും കൂടി ഭംഗി, വൃത്തി അല്ലേ? അപ്പോൾ നോക്കിയാൽ 2 4 6 8 കിട്ടിയാലോ? ഇനി 1 × 110 എത്രയായിരിക്കും? 110. 2 × 55 110. 5 × 22 110. 10 × 11 110. കണ്ടില്ല? അപ്പോൾ അതേ ഓർഡറിൽ വരും. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്തു നോക്കാം. ഇവിടെ സംഖ്യ 130 അല്ലേ? 130. അപ്പോൾ 130നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 × 130. 130നെ ഹരിച്ചു നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6. 6 × 2 12 അല്ലേ? 1 10. 10ൽ എത്ര 2 ഉണ്ട്? 5. അപ്പോൾ 5 × 2 10. 10 കിട്ടിയ 65. അപ്പോൾ 2 × 65 ആണ് 130 അല്ലേ? ഇത് നമുക്ക് ഈക്വൽ ടു 2 × 65നെ. അപ്പോൾ 65നെ നമുക്കറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് പറ്റുമോ? പറ്റില്ല അല്ലേ? 3 കൊണ്ടും പറ്റില്ല. പിന്നെ ഏത് കൊണ്ടേ പറ്റുള്ളൂ? 5 കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ 5 × 65 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 65 ഹരിക്കണം 5. ഒരു പ്രാവശ്യം 1 × 5 5. 15. 15ൽ എത്ര 5 ഉണ്ട്? 3. 3 × 5 15.
അല്ലേ? അപ്പോൾ നമുക്കത് എഴുതാം 5 ഇൻറ്റു 13 അല്ലേ? അപ്പോൾ 13 എന്താണ്? ഒരു പ്രൈം നമ്പറാണ് അല്ലേ? അഭാജ്യ സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞു. അപ്പോൾ 130 2 ഇൻറ്റു 5 ഇൻറ്റു 13 എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കണം. അതിനെന്ത് വേണം? ആദ്യം ഇവർ തമ്മിൽ ഗുണിക്കുക, അത് കഴിഞ്ഞിട്ട് ഇത് തമ്മിൽ ഗുണിക്കുക. അപ്പോൾ അതെന്ത് വരും? 2 ഇൻറ്റു 5 10. അടുത്തത് 2 ഇൻറ്റു 13. 2 ഇൻറ്റു 13 ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 26. അടുത്തത് വേണം 5 കൊണ്ട് 13 ഗുണിക്കണം അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 13 ഗുണിച്ചാൽ എത്ര കിട്ടും? 65. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓർഡറിൽ എഴുതാലോ. ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഏതൊക്കെ വരും? ആദ്യം 1 മറക്കരുത്, 1 എഴുതി. പിന്നെ 2, 5, 13 അല്ലേ? അപ്പോൾ 2 എഴുതി, പിന്നെ 5 എഴുതി. ഇനി 13 പക്ഷേ ഇവിടെ 10 ഇല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 10 എഴുതിയിട്ട് 13 എഴുതാം. അപ്പോൾ 10 എഴുതി, അതിനുശേഷം 13 എഴുതി, പിന്നെ 26 എഴുതി, പിന്നെ 65 എഴുതി. ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ടല്ലോ. ആരാണത്? 130. അപ്പോൾ നമുക്ക് എല്ലാ ഘടകങ്ങളും കിട്ടി. എണ്ണി നോക്കിയേ. 2, 4, 6, 8 എണ്ണം അല്ലേ? ഓക്കെ. ഇനി നോക്കിയാൽ 1 ഇൻറ്റു 30 130 ഗുണിച്ച് നോക്കി വെറുതെ 130. 2 ഇൻറ്റു 65 130. 5 ഇൻറ്റു 26 130. 10 ഇൻറ്റു 13 130. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രൈം നമ്പേഴ്സാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.